നിങ്ങൾ ജർമ്മനിയിൽ മാസ്റ്റേഴ്സ് ചെയ്യുന്നവരാണെന്നുണ്ടെങ്കിൽ ജർമ്മനിയിൽ പ്രൈവറ്റ് യൂണിവേഴ്സിറ്റീസും ഉണ്ട്, പബ്ലിക് യൂണിവേഴ്സിറ്റീസും ഉണ്ട് എന്നുള്ള കാര്യം നിങ്ങൾക്ക് അറിയായിരിക്കും. അപ്പോൾ ഇന്നത്തെ വീഡിയോയിൽ നമ്മൾ പറയാൻ പോകുന്നത് എന്താണ് പ്രൈവറ്റ് യൂണിവേഴ്സിറ്റി, എന്താണ് പബ്ലിക് യൂണിവേഴ്സിറ്റി, എന്തുകൊണ്ട് നിങ്ങൾ ഇതിൽ ഏത് യൂണിവേഴ്സിറ്റി സെലക്ട് ചെയ്യണം, അല്ലാന്നുണ്ടെങ്കിൽ ഇതിൻ്റെ സെലക്ട് ചെയ്താലുള്ള ഗുണങ്ങൾ എന്തൊക്കെയാണ്, പിന്നെ ഈ പറഞ്ഞ പോലെ തന്നെ പ്രൈവറ്റ് യൂണിവേഴ്സിറ്റിയിലോട്ട് വരുന്നത് വർത്തിറ്റ് ആയിട്ടുള്ള കാര്യമാണോ എന്നൊക്കെയുള്ള കാര്യമാണ് കേട്ടോ ഈ ഒരു വീഡിയോയിൽ ഡിസ്കസ് ചെയ്യാൻ പോണത്. അപ്പോൾ വീഡിയോ എന്തായാലും ഫുള്ളായിട്ട് കാണാനായിട്ട് മറക്കണ്ട. അതിനു മുന്നേ തന്നെ നിങ്ങൾക്ക് എന്നെ അറിയില്ല എന്നുണ്ടെങ്കിൽ ഞാൻ നിങ്ങൾക്ക് വീണ്ടും പരിചയപ്പെടുത്താം. എൻ്റെ പേര് ഡെൽജിൻ ഡേവിസ്. ഞാൻ കറന്റ് ഉള്ളത് ഇപ്പോൾ ജർമ്മനിയിലാണ്. ജർമ്മനിയിലത്തെ കാര്യങ്ങളൊക്കെ അപ്ഡേറ്റ്സ് എല്ലാവരും കറക്റ്റായിട്ട് പറഞ്ഞുതരാൻ വേണ്ടിയിട്ടാണ് കേട്ടോ ഈ ഒരു ചാനൽ നമ്മൾ തുടങ്ങിയേക്കുന്നത്. സോ നമ്മുടെ ഇന്നത്തെ ടോപ്പിക് എന്താണെന്ന് വെച്ചിട്ടുണ്ടെങ്കിൽ പ്രൈവറ്റ് യൂണിവേഴ്സിറ്റി എന്താണ്, പബ്ലിക് യൂണിവേഴ്സിറ്റി എന്താണ് എന്നുള്ള കാര്യമാണ്. അപ്പോൾ പ്രൈവറ്റ് യൂണിവേഴ്സിറ്റി എന്ന് ഉദ്ദേശിക്കുന്നത് ജർമ്മനിയിൽ ഗവൺമെൻറ് ഫണ്ടഡ് അല്ലാത്ത യൂണിവേഴ്സിറ്റി തന്നെയാണ് പ്രൈവറ്റ് യൂണിവേഴ്സിറ്റി എന്ന് പറയുന്നത്. അപ്പോൾ ഈ യൂണിവേഴ്സിറ്റീസിലെല്ലാവരും നമുക്ക് പഠിക്കാനായിട്ട് ഫീസ് അടച്ചിട്ട് വേണം നമ്മൾ ഈ പറഞ്ഞ കോഴ്സുകൾ സെലക്ട് ചെയ്യാനായിട്ട്. അപ്പോൾ ഈ പറഞ്ഞ പ്രൈവറ്റ് യൂണിവേഴ്സിറ്റീസിൽ കുറേ അധികം വെറൈറ്റീസ് ഓഫ് കോഴ്സുകളുണ്ട്. അപ്പോൾ അത് പ്രൈവറ്റ് യൂണിവേഴ്സിറ്റീസ് മെയിനായിട്ട് ഫോക്കസ് ചെയ്യണത് എന്താണെന്ന് വെച്ചിട്ടുണ്ടെങ്കിൽ പ്രാക്ടിക്കൽ ഓറിയൻറ്റഡും പിന്നെ കുറച്ചും കൂടി പുതിയ കോഴ്സുകൾ എല്ലാവരും ഇൻട്രൊഡ്യൂസ് ചെയ്യണത് ഈ പറഞ്ഞ പ്രൈവറ്റ് യൂണിവേഴ്സിറ്റീസിലാണ് കേട്ടോ. ഇനി നിങ്ങൾ ഫിനാൻസ് റിലേറ്റഡ് അല്ലാന്നുണ്ടെങ്കിൽ MBA റിലേറ്റഡ് ആയിട്ടുള്ള കുറേ അധികം കോഴ്സുകൾ ഈ പറഞ്ഞ പ്രൈവറ്റ് യൂണിവേഴ്സിറ്റികൾ പ്രൊവൈഡ് ചെയ്യുന്നുണ്ട്. ഇനി അതുപോലെ നമ്മുടെ അടുത്ത സൈഡിലുള്ളതാണ് പബ്ലിക് യൂണിവേഴ്സിറ്റി എന്ന് പറയുന്നത്. അപ്പോൾ പബ്ലിക് യൂണിവേഴ്സിറ്റി എന്ന് പറയുമ്പോൾ ഗവൺമെൻറ് ഫണ്ടഡ് ആയിട്ടുള്ള യൂണിവേഴ്സിറ്റിയാണ്. അപ്പോൾ ഈ പറഞ്ഞ യൂണിവേഴ്സിറ്റീസിലും ശരിക്കും പറഞ്ഞിട്ടുണ്ടെങ്കിൽ കോഴ്സുകളുണ്ട്. ഈ കോഴ്സുകൾക്കെല്ലാവരും ഒരു സ്റ്റാൻഡേർഡ് സ്ട്രക്ചറാണ്. പുതിയതായിട്ടുള്ള ടെക്നോളജിയിൽ കോഴ്സുകൾ തുടങ്ങിയിട്ടുണ്ടോ എന്ന് വെച്ചിട്ടുണ്ടെന്നുണ്ടെങ്കിൽ ന്യൂ ടെക്നോളജീസിൽ ഇപ്പോൾ കോഴ്സുകൾ പുതിയതായിട്ട് തുടങ്ങിയിട്ടുണ്ട്. പക്ഷേ പ്രൈവറ്റ് യൂണിവേഴ്സിറ്റിനെ വെച്ച് കമ്പയർ ചെയ്യുമ്പോൾ അത്ര അധികം വെറൈറ്റി ഓഫ് ഈ പറഞ്ഞ പോലെ തന്നെ പുതിയ കോഴ്സുകളില്ല. ഇപ്പം നിങ്ങൾ എൻ്റെ അടുത്ത് ചോദിക്കുകയാണ് പ്രൈവറ്റ് യൂണിവേഴ്സിറ്റിയിൽ പഠിക്കണതാണോ പബ്ലിക് യൂണിവേഴ്സിറ്റിയിൽ പഠിക്കണതാണോ നല്ലതെന്ന് ചോദിക്കാമെന്ന് വിചാരിക്കുക. അപ്പോൾ ഇതിൻ്റെ ഉത്തരം നിങ്ങൾക്ക് പറഞ്ഞു തരണമെന്നുണ്ടെങ്കിൽ നിങ്ങളുടെ പേഴ്സണൽ ചോയ്സാണ് നിങ്ങൾ ഏതൊരു കോഴ്സിന് ചേരണം എന്നുള്ളത്. അപ്പോൾ അതിൻ്റെ മെയിൻ ആയിട്ടുള്ള കുറച്ച് പോയിന്റ്സ് ആണ് ഞാനിപ്പോൾ പറഞ്ഞു തരാൻ പോകുന്നത്. എന്തുകൊണ്ടാണ് നിങ്ങൾക്ക് പ്രൈവറ്റ് യൂണിവേഴ്സിറ്റി ചൂസ് ചെയ്യേണ്ട ഒരു ഓപ്ഷൻ, അല്ലാന്നുണ്ടെങ്കിൽ എന്തുകൊണ്ടാണ് നിങ്ങൾക്ക് പബ്ലിക് യൂണിവേഴ്സിറ്റി ചൂസ് ചെയ്യാനുള്ള ഓപ്ഷൻ എന്നുള്ളത്. അപ്പോൾ നിങ്ങളുടെ ആദ്യത്തെ ലക്ഷ്യം എന്ന് പറയുന്നത് ഇപ്പോൾ നിങ്ങൾക്ക് ഫിനാൻഷ്യൽ ആയിട്ടുള്ള പ്രശ്നങ്ങളാണ് എന്നുണ്ടെങ്കിൽ ഈ പറഞ്ഞ പോലെ തന്നെ പ്രൈവറ്റ് യൂണിവേഴ്സിറ്റി ഫീസ് അടച്ചിട്ടാണ് നമ്മൾ പഠിക്കേണ്ടത്. ഏകദേശം സെമിസ്റ്ററിൽ 5 ലക്ഷം മുതൽ അല്ലെങ്കിൽ എന്നുണ്ടെങ്കിൽ ഒരു 6 ലക്ഷം രൂപയായിരിക്കും സെമിസ്റ്റർ ഫീസായിട്ട് നമ്മൾ അടയ്ക്കേണ്ടി വരിക. അപ്പോൾ ഇത് 2 സെമിസ്റ്ററിൽ നമ്മൾ അടയ്ക്കുമ്പോൾ ഏകദേശം ഒരു 8 ലക്ഷം അല്ലാന്നുണ്ടെങ്കിൽ ഒരു 10 ലക്ഷത്തിനൊക്കെ കോഴ്സുകൾ തീരുന്ന പ്രൈവറ്റ് യൂണിവേഴ്സിറ്റീസ് ഉണ്ട്. അപ്പോൾ അത്ര പൈസയാണ് ഈ പറഞ്ഞ പോലെ തന്നെ പ്രൈവറ്റ് യൂണിവേഴ്സിറ്റിക്ക് ചിലവാകുന്നത്. ഇത് കോഴ്സ് ഡിപ്പെൻഡ് ചെയ്താണ്, പക്ഷെ ഒരു സ്റ്റാൻഡേർഡ് കോഴ്സിന് ഇതാണ് ഏകദേശം ഫീസ് എന്ന് പറയുന്നത്. ഇനി അതുപോലെ തന്നെ നിങ്ങൾ ഈ സമയത്ത് പബ്ലിക്കിൽ പഠിക്കുകയാണെന്നുണ്ടെങ്കിലോ ഏകദേശം 350 യൂറോയുടെ അടുത്ത് മാത്രമാണ്, ഏകദേശം 350 യൂറോ 400 യൂറോ അടുത്താണ് ഈ പറഞ്ഞ സ്റ്റുഡൻറ്റ് കോൺട്രിബ്യൂഷനായിട്ട് നമ്മൾ കൊടുക്കേണ്ടി വരിക. അതുപോലെ തന്നെ അതിൻ്റെ കൂടെ തന്നെ നമുക്ക് പബ്ലിക് ട്രാൻസ്പോർട്ടേഷനും എല്ലാ കാര്യങ്ങളും ഫെസിലിറ്റീസും നമുക്ക് ഉപയോഗിക്കാനും പറ്റുന്നതാണ്. അപ്പോൾ പൈസയുടെ കാര്യമാണ് നിങ്ങൾ നോക്കണമെന്നുണ്ടെങ്കിൽ പബ്ലിക്കാണ് ഏറ്റവും നല്ലതെന്ന് പറയുന്നത്. അപ്പോൾ പബ്ലിക്ക് കിട്ടാനായിട്ട് പക്ഷേ വേറെ പ്രശ്നമുള്ളതെന്ന് വെച്ചാൽ നല്ല രീതിയിലുള്ള മാർക്കും വേണം, നല്ല രീതിയിലുള്ള കോമ്പറ്റീഷൻസും ഉണ്ട് പബ്ലിക് യൂണിവേഴ്സിറ്റീസിൽ നിങ്ങൾക്ക് അഡ്മിഷൻ കിട്ടാനായിട്ട്. കാരണം ഈ പറഞ്ഞ പോലെ തന്നെ സെലക്ഷൻ ക്രൈറ്റീരിയാസ് എല്ലാവരും നോക്കിയിട്ടാണ് പബ്ലിക് യൂണിവേഴ്സിറ്റീസിൽ അഡ്മിഷൻ കിട്ടുക. അപ്പോൾ അതിനെക്കുറിച്ച് അറിയണമെന്നുണ്ടെങ്കിൽ ഞാൻ മുന്നൊരു വീഡിയോ ചെയ്തിട്ടുണ്ട്, അപ്പോൾ അത് നിങ്ങൾ നോക്കിയാൽ മതിയായിരിക്കും. ഇനി ഇതിൻ്റെ നേരെ ഓപ്പോസിറ്റ് നോക്കുകയാണെന്നുണ്ടെങ്കിൽ പ്രൈവറ്റ് യൂണിവേഴ്സിറ്റീസിലാണെന്നുണ്ടെങ്കിലോ അഡ്മിഷൻ കിട്ടാനായിട്ട് ഏകദേശം നല്ല രീതിയിൽ മാർക്ക് കുറവാണെന്നുണ്ടെങ്കിൽ നമുക്ക് അഡ്മിഷൻ കിട്ടും. അതുപോലെ തന്നെ കുറേ അധികം വെറൈറ്റി ഓഫ് കോഴ്സുകൾ നിങ്ങൾക്ക് സെലക്ട് ചെയ്യാൻ പറ്റും. അതിൻ്റെ കൂടെ തന്നെ ഈ പറഞ്ഞ പോലെ തന്നെ സ്റ്റുഡൻസ്, പിന്നെ പറഞ്ഞ പോലെ തന്നെ സ്റ്റുഡൻസിൻ്റെ എണ്ണം കമ്പാരിറ്റീവ്ലി പ്രൈവറ്റ് യൂണിവേഴ്സിറ്റീസിൽ കുറവായിരിക്കും ഓരോ ക്ലാസ് എടുത്ത് നോക്കുകയാണെന്നുണ്ടെങ്കിൽ. അപ്പോൾ അവർ മെയിനായിട്ട് സ്റ്റുഡൻസിനെ ഫോക്കസ് ചെയ്തിട്ടാണ് പഠിപ്പിക്കുന്നത്. ഇപ്പോൾ പബ്ലിക് യൂണിവേഴ്സിറ്റീസിലൊക്കെ പറയുകയാണെന്നുണ്ടെങ്കിൽ ഒരു കോഴ്സിന് ചിലപ്പോൾ ഒരു 300 പേരൊക്കെ അറ്റ് എ ടൈം എൻറോൾ ചെയ്തിട്ടുണ്ടാവും. അപ്പോൾ അത്ര പേര് ഒരുമിച്ചായിരിക്കും നമ്മളെ ലെക്ചേഴ്സും കാര്യങ്ങളൊക്കെ അറ്റൻഡ് ചെയ്യുന്നുണ്ടാവുക. അതിലെല്ലാവരും ക്ലാസ്സിൽ വരണമെന്നൊന്നുമില്ല, അത് വേറെ കാര്യം. പക്ഷേ ഒരു 300 പേരൊക്കെ അറ്റ് എ ടൈം കോഴ്സിൽ എൻറോൾ ആയിട്ടുണ്ടാവും. പക്ഷേ പ്രൈവറ്റ് യൂണിവേഴ്സിറ്റി എടുക്കുകയാണെന്നുണ്ടെങ്കിൽ ഏകദേശം ഒരു 10-20 പേര് അല്ലെങ്കിൽ 10-30 പേരൊക്കെ ആയിരിക്കും ഒരു കോഴ്സിൽ എൻറോൾ ആയിട്ടുണ്ടാവുക. ഇനി 2 യൂണിവേഴ്സിറ്റീസിനും കോഴ്സിൻ്റെ ടൈം ഡ്യൂറേഷൻ നമുക്ക് നോക്കാം. ഇപ്പോൾ പ്രൈവറ്റ് യൂണിവേഴ്സിറ്റി നിങ്ങൾ എടുക്കുകയാണെന്നുണ്ടെങ്കിൽ കുറേ അധികം കോഴ്സുകൾ 1 ഇയർ കോഴ്സായിട്ട് പ്രൊവൈഡ് ചെയ്യുന്നുണ്ട്. അല്ലാന്നുണ്ടെങ്കിൽ 1.5 വർഷത്തെ കോഴ്സ് ആണെന്നുണ്ടെങ്കിൽ 6 മാസം നാട്ടിൽ നിന്ന് പഠിച്ച് കഴിഞ്ഞിട്ട് 6 മാസം ജർമ്മനിയിൽ വന്നിട്ട് ചെയ്തിട്ട് 6 മാസം നാട്ടിൽ നിന്ന് പഠിച്ച് കഴിഞ്ഞിട്ട് ബാക്കി 6 മാസം നമുക്ക് ജർമ്മനിയിൽ വന്നിട്ട് ചെയ്യാം എന്നുള്ള കാര്യങ്ങളൊക്കെ പ്രൈവറ്റ് യൂണിവേഴ്സിറ്റീസ് അവർ പ്രൊവൈഡ് ചെയ്യുന്നുണ്ട്. അപ്പോൾ നിങ്ങൾ പ്രൈവറ്റ് യൂണിവേഴ്സിറ്റിയിൽ പഠിക്കുകയാണെന്നുണ്ടെങ്കിൽ 6 മാസം നാട്ടിൽ നിന്ന് ചെയ്ത് 6 മാസത്തെ അടുത്ത സെമിസ്റ്ററിൽ നിങ്ങൾ ഈ പറഞ്ഞ പോലെ തന്നെ കോഴ്സ് തീർന്ന് ജർമ്മനിയിൽ വന്ന് 6 മാസത്തിന് ശേഷം നിങ്ങൾ കോഴ്സും തീർന്ന് ജോബ് മാർക്കറ്റിലോട്ട് ഇറങ്ങുന്ന ഒരു അവസ്ഥയാണ് പ്രൈവറ്റ് യൂണിവേഴ്സിറ്റിയിൽ നിങ്ങൾ പഠിക്കുകയാണെന്നുണ്ടെങ്കിൽ ഉണ്ടാകുന്നത് കേട്ടോ. ഇതിൽ നിന്ന് ചെറുതായിട്ട് വ്യത്യാസമായിട്ടുള്ള യൂണിവേഴ്സിറ്റികളുണ്ട്. ഈ പറഞ്ഞ പോലെ തന്നെ 1.5 വർഷത്തെ കോഴ്സ് പ്രൊവൈഡ് ചെയ്യുന്ന യൂണിവേഴ്സിറ്റികളൊക്കെ ഉണ്ട്. അപ്പോൾ അങ്ങനത്തെ കോഴ്സുകൾ എടുക്കുകയാണെന്നുണ്ടെങ്കിൽ 3 സെമിസ്റ്റർ നിങ്ങൾ ഫീസ് അടച്ചതിന് ശേഷം
നിങ്ങൾ ഈ പറഞ്ഞ പോലെ തന്നെ 1.5 കൊല്ലം കഴിയുമ്പോൾ നിങ്ങൾ കോഴ്സ് കഴിഞ്ഞ് ഇറങ്ങുന്ന ഒരു അവസ്ഥയാണ് പ്രൈവറ്റ് യൂണിവേഴ്സിറ്റിയിലുള്ളത്. ഇനി നേരെ മറിച്ച് നിങ്ങൾ പബ്ലിക് യൂണിവേഴ്സിറ്റിയിലാണ് നിങ്ങൾ പഠിക്കണമെന്നുണ്ടെങ്കിൽ ഈ പറഞ്ഞ പോലെ തന്നെ ഒരു ആവറേജ് സ്റ്റുഡൻ്റ് ആണെന്നുണ്ടെങ്കിൽ 1.5 കൊല്ലത്തെ കോഴ്സ് നിങ്ങൾ തീർക്കണത് ശരിക്കും പറഞ്ഞിട്ടുണ്ടെങ്കിൽ 2 കൊല്ലം 2.5 കൊല്ലം കഴിഞ്ഞിട്ടായിരിക്കും. അല്ല എന്നുണ്ടെങ്കിൽ നിങ്ങൾ 2 കൊല്ലത്തെ കോഴ്സാണ് എടുക്കണമെന്നുണ്ടെങ്കിൽ നിങ്ങളൊരു ആവറേജ് തീർക്കണ ഒരു ടൈം ഡ്യൂറേഷൻ എന്ന് പറയുന്നത് ഒരു 3 കൊല്ലം അല്ല എന്നുണ്ടെങ്കിൽ ഒരു 3.25 കൊല്ലം കൊണ്ടൊക്കെ ആയിരിക്കും ഈ പറഞ്ഞ പോലെ തന്നെ നിങ്ങൾ കോഴ്സ് തീർക്കുന്നത് കേട്ടോ. ഇനി പബ്ലിക് യൂണിവേഴ്സിറ്റിയിൽ എന്തുകൊണ്ട് പഠിക്കണം എന്ന് പറയുന്നതിൻ്റെ കാരണം എന്താണെന്ന് വെച്ചിട്ടുണ്ടെങ്കിൽ പബ്ലിക് യൂണിവേഴ്സിറ്റീസിൻ്റെ റാങ്കിങ്ങും ഇനി കോഴ്സിൻ്റെ വാല്യൂ വെച്ച് നോക്കുകയാണെന്നുണ്ടെങ്കിൽ കുറേ അധികം പ്രൈവറ്റ് യൂണിവേഴ്സിറ്റീസ് ഈ പറഞ്ഞ പോലെ തന്നെ പ്രത്യേകിച്ച് അധികം വാല്യൂ ഒന്നും ഇല്ല. നമ്മളിപ്പോൾ കോഴ്സ് ജസ്റ്റ് പഠിച്ച് ചേർന്നതിൽ നിന്ന് ഇറങ്ങാം എന്നുള്ളൊരു വാല്യൂ മാത്രമാണ് നമ്മൾ ഈ പ്രൈവറ്റ് യൂണിവേഴ്സിറ്റീസിന് കിട്ടുന്നത്. കുറച്ച് പ്രൈവറ്റ് യൂണിവേഴ്സിറ്റീസ് ഈ പറഞ്ഞ പോലെ തന്നെ നല്ല ക്വാളിറ്റിയുള്ള യൂണിവേഴ്സിറ്റികളുണ്ട്. പക്ഷെ അത് ഒഴിച്ച് നിർത്തിയാൽ ബാക്കി എല്ലാ യൂണിവേഴ്സിറ്റീസും പേരിനൊരു സർട്ടിഫിക്കറ്റ് എന്നുള്ളൊരു കൺസെപ്റ്റാണ് കേട്ടോ. നമ്മുടെ സർട്ടിഫിക്കറ്റിന് അത്യാവശ്യം നല്ല രീതിയിൽ വാല്യൂ ഉണ്ട്. അപ്പോൾ നിങ്ങൾ കറക്റ്റ് ആയിട്ടുള്ള കോഴ്സാണ് എടുക്കണമെന്നുണ്ടെങ്കിൽ പബ്ലിക് യൂണിവേഴ്സിറ്റി നല്ല ബെറ്റർ ഓപ്ഷൻ ആയിരിക്കും. ഏതൊക്കെ ക്രൈറ്റീരിയയിൽ വരുന്ന ആൾക്കാർക്കാണ് പ്രൈവറ്റ് യൂണിവേഴ്സിറ്റി ഒരു നല്ല ഓപ്ഷൻ ആവാന്നുള്ള കാര്യം ഞാൻ പറയാം കേട്ടോ. ഇപ്പം നിങ്ങൾ ഏകദേശം കുറച്ച് പ്രായമായിരുന്നുണ്ടെങ്കിൽ നിങ്ങൾ ജർമ്മനിയിലോട്ട് വരാൻ ആഗ്രഹിക്കുന്നുണ്ട് എന്നുണ്ടെങ്കിൽ നിങ്ങൾക്ക് ഫിനാൻഷ്യലി അത്യാവശ്യം സ്റ്റേബിൾ ആണെന്നുണ്ടെങ്കിൽ ഈ പറഞ്ഞ പോലെ തന്നെ പ്രൈവറ്റ് യൂണിവേഴ്സിറ്റി എടുക്കുന്നത് നിങ്ങൾക്ക് ഒരു ഓപ്ഷനായിട്ട് കരുതാവുന്നതാണ്. എന്താണെന്ന് വെച്ചിട്ടുണ്ടെങ്കിൽ നിങ്ങൾക്ക് പെട്ടെന്ന് തന്നെ കോഴ്സ് തീർത്ത് ജോബ് മാർക്കറ്റിലോട്ട് ഇറങ്ങാൻ പറ്റും. ജോബ് മാർക്കറ്റിൽ ഇറങ്ങിയിട്ട് നിങ്ങൾക്ക് ഓൾറെഡി നിങ്ങളുടെ മുന്നത്തെ എക്സ്പീരിയൻസ് വെച്ചിട്ട് നിങ്ങൾക്ക് ജോലി തപ്പാൻ പറ്റും. അങ്ങനെയാണ് ഈ പറഞ്ഞ പ്രൈവറ്റ് യൂണിവേഴ്സിറ്റീസ് കുറേ വർക്ക് ചെയ്യുന്നത് കേട്ടോ. ഇനി നേരെ മറിച്ച് ഈ കുറച്ച് പ്രായമായി കഴിഞ്ഞിട്ട് നമ്മൾ പബ്ലിക് യൂണിവേഴ്സിറ്റി തീർക്കാൻ നോക്കാമെന്ന് വിചാരിച്ചിട്ടുണ്ടെങ്കിൽ കുറച്ചധികം ബുദ്ധിമുട്ടായിരിക്കും. ഈ പറഞ്ഞ കോഴ്സ് തീർത്ത് നമ്മൾ ജോബ് മാർക്കറ്റിലോട്ട് ഇറങ്ങി വരുമ്പോൾ കുറച്ച് ടൈം നമ്മുടെ നല്ല രീതിയിൽ വേസ്റ്റ് ആവുന്നതായിരിക്കും കേട്ടോ. നേരെ മറിച്ച് നിങ്ങൾ എക്സ്പീരിയൻസ് ഇല്ലാത്തവരാണ്, ഈ പറഞ്ഞ പോലെ തന്നെ പ്രായം കുറവാണ്, അങ്ങനെ നിങ്ങൾ പ്രൈവറ്റ് യൂണിവേഴ്സിറ്റി എടുക്കുകയാണെന്നുണ്ടെങ്കിൽ പെട്ടെന്ന് തന്നെ കോഴ്സ് തീർത്ത് ഇറങ്ങുമ്പോഴേക്കും ഒരു 6 മാസം അല്ലാന്നുണ്ടെങ്കിൽ ഒരു കൊല്ലമായിരിക്കും നിങ്ങളുടെ കയ്യിലുണ്ടാവുക. ആ ഒരു ടൈമിൽ നിങ്ങൾ ജർമ്മൻ പഠിച്ചിട്ട് ജർമ്മൻ സെറ്റ് ആവണം, ജർമ്മനിയിൽ വന്ന് അതിൻ്റെ കൾച്ചറായിട്ട് മിങ്കിൾ ചെയ്യാൻ പഠിക്കണം. നമ്മൾ പെട്ടെന്ന് തന്നെ ജോബ് മാർക്കറ്റിലോട്ട് ഇറങ്ങുകയാണ്. അപ്പോൾ അങ്ങനത്തെ ഒരു അവസ്ഥ ഉണ്ടാകുമ്പോൾ കുറേ അധികം സ്റ്റുഡൻസിന് പറ്റണത് എന്താണെന്ന് വെച്ചിട്ടുണ്ടെങ്കിൽ അവർ മിക്കവാറും ഏതെങ്കിലും ഒരു ഓഡ് ജോബിന് പോയിട്ടായിരിക്കും ഈ ഒരു പ്രൈവറ്റ് യൂണിവേഴ്സിറ്റിക്ക് വേണ്ട ഒരു പൈസ ഉണ്ടാക്കണേ. അപ്പോൾ നമ്മുടെ പഠിക്കുന്ന സമയം ഫുള്ള് ഈ പണിയെടുത്ത് കളയുക എന്നുള്ളൊരു കൺസെപ്റ്റ് ആയിട്ടാണ് മാറുന്നത്. അപ്പോൾ അത് കഴിഞ്ഞിട്ട് നിങ്ങൾക്ക് ഇറങ്ങാനായിട്ട് നിൽക്കുമ്പോൾ പഠിത്തമുണ്ടോയെന്ന് വെച്ചിട്ടുണ്ടെങ്കിൽ പഠിത്തമില്ല, ജോലി ഉണ്ടോയെന്ന് വെച്ചിട്ടുണ്ടെങ്കിൽ ജോലിയും ഇല്ല എന്നുള്ളൊരു അവസ്ഥയിലോട്ടാവും. അപ്പോൾ ആ ഒരു അവസ്ഥയിൽ നമ്മൾ ജോലിക്ക് തപ്പാൻ ഇറങ്ങുമ്പോൾ നല്ല രീതിയിൽ ബുദ്ധിമുട്ടായിരിക്കും. സോ കുറച്ച് എക്സ്പീരിയൻസ് ഉള്ളവരാണ് ഈ പറഞ്ഞ പോലെ തന്നെ പെട്ടെന്ന് തന്നെ കോഴ്സ് കഴിഞ്ഞാലും ജർമ്മനിയിൽ പിടിച്ചു നിൽക്കാൻ പറ്റും എന്നുള്ളൊരു അവസ്ഥയാണ് നിങ്ങളുടെയെന്നുണ്ടെങ്കിൽ നിങ്ങൾക്ക് പ്രൈവറ്റ് യൂണിവേഴ്സിറ്റി ചൂസ് ചെയ്യാവുന്ന ഒരു ഓപ്ഷനായിട്ട് വെക്കാം കേട്ടോ. ഇനി നേരെ മറിച്ച് നിങ്ങൾ പബ്ലിക് യൂണിവേഴ്സിറ്റി എടുക്കാന്ന് വിചാരിക്കുക, നിങ്ങൾക്ക് അത്യാവശ്യം കുറച്ച് പ്രായം കുറവാണ്, ഈ പറഞ്ഞ പോലെ തന്നെ ബാച്ചിലേഴ്സ് ജസ്റ്റ് കഴിഞ്ഞിട്ടുള്ളൂ എന്നുള്ളൊരു അവസ്ഥയാണ് എന്നുണ്ടെങ്കിൽ ബാച്ചിലേഴ്സ് കഴിഞ്ഞ് നിങ്ങൾക്ക് നേരെ ഇവിടെ മാസ്റ്റേഴ്സിന് വരാം. അപ്പോൾ മാസ്റ്റേഴ്സ് പബ്ലിക് യൂണിവേഴ്സിറ്റിയിൽ നിങ്ങൾ പഠിക്കുകയാണെന്നുണ്ടെങ്കിൽ നിങ്ങൾക്ക് നല്ല രീതിയിലുള്ള എക്സ്പോഷറും കാര്യങ്ങളും കിട്ടും. നിങ്ങൾക്ക് ലൈഫിൽ നല്ല രീതിയിൽ പഠിച്ച് മുന്നേറണം എന്ന ആഗ്രഹമുള്ള ആളാണെന്നുണ്ടെങ്കിൽ നിങ്ങൾക്ക് പബ്ലിക് യൂണിവേഴ്സിറ്റി നല്ലൊരു ഓപ്ഷൻ ആയിരിക്കും. ഈ കുറച്ച് കോഴ്സുകളൊക്കെ നമുക്ക് എക്സെപ്ഷൻ ആയിട്ട് മാറ്റി എടുത്താട്ടോ. ഈ പറഞ്ഞ പോലെ തന്നെ ഫൈനാൻസ് മേഖല അല്ലാന്നുണ്ടെങ്കിൽ MBA ചെയ്യാനായിട്ട് കുറേ അധികം പ്രൈവറ്റ് യൂണിവേഴ്സിറ്റീസ് ആണ് നല്ല MBA കോഴ്സസും കാര്യങ്ങളൊക്കെ പ്രൊവൈഡ് ചെയ്യണേ. പക്ഷേ പബ്ലിക് യൂണിവേഴ്സിറ്റീസിൽ MBAയും ഫൈനാൻസ് റിലേറ്റഡ് കോഴ്സസ് ഇല്ല എന്നല്ല, പക്ഷേ ആ ഒരു കോഴ്സസിൽ നമുക്ക് അഡ്മിഷൻ കിട്ടാനായിട്ട് ക്രൈറ്റീരിയാസ് കൂടുതലാണ്. അതുപോലെ തന്നെ ഈ പറഞ്ഞ പോലെ തന്നെ കുറേ ആൾക്കാർക്ക് അഡ്മിഷൻ കിട്ടാത്ത കാരണമാണ് അവർ പ്രൈവറ്റ് യൂണിവേഴ്സിറ്റീസിലോട്ട് പോകുന്നത് കേട്ടോ. ഇനി വേറെ രാജ്യങ്ങളെ വെച്ച് കമ്പയർ ചെയ്യുമ്പോൾ പ്രൈവറ്റ് യൂണിവേഴ്സിറ്റീസിൽ ഫീസ് എന്ന് പറയുന്നത് അത്ര ഭയങ്കര വലിയ ഫീസൊന്നുമല്ല. കാരണം 10 ലക്ഷം രൂപ എന്ന് പറയുന്നത് നിങ്ങൾ കാനഡയിൽ നോക്കുകയാണെന്നുണ്ടെങ്കിൽ അല്ലാന്നുണ്ടെങ്കിൽ ഓസ്ട്രേലിയയിലൊക്കെ നോക്കുകയാണെന്നുണ്ടെങ്കിൽ അവിടുത്തെ യൂണിവേഴ്സിറ്റീസിൻ്റെ ഫീസിൽ 4-1 അല്ലാന്നുണ്ടെങ്കിൽ 3-1 ഫീസ് ഉള്ളൂ ജർമ്മനിയിൽ പ്രൈവറ്റ് യൂണിവേഴ്സിറ്റീസിൽ പഠിക്കുക എന്ന് പറയുന്നത് കേട്ടോ. അപ്പോൾ ഫീസിൻ്റെ കാര്യം നോക്കുകയാണെന്നുണ്ടെങ്കിൽ അത്ര ഭയങ്കര ഫീസാണെന്ന് നമുക്ക് പറയാൻ പറ്റില്ല കേട്ടോ. പക്ഷേ നിങ്ങൾ പ്രൈവറ്റ് യൂണിവേഴ്സിറ്റി സെലക്ട് ചെയ്യുമ്പോൾ നല്ല രീതിയിൽ ചൂസ് ചെയ്തിരിക്കണം. കാരണം കുറേ അധികം കോഴ്സുകൾ വെറുതെ സർട്ടിഫിക്കറ്റ് എന്നുള്ള രീതിയിൽ മാത്രം കൊടുക്കേണ്ട. ഈ പറഞ്ഞ പോലെ തന്നെ IUB SBAയിലൊക്കെ പോയി ചേരുകയാണെന്നുണ്ടെങ്കിൽ അവിടുത്തെ യൂണിവേഴ്സിറ്റിയുടെ അവസ്ഥ അറിയണമെന്നുണ്ടെങ്കിൽ അവിടെ ബെർലിനിലുള്ള ആരോടെങ്കിലും ചോദിച്ചാൽ മതി. ഈ പറഞ്ഞ പോലത്തെ പ്രൈവറ്റ് യൂണിവേഴ്സിറ്റീസ് എന്ന് പറയുന്നത് ശരിക്കും പറഞ്ഞിട്ടുണ്ടെങ്കിൽ ഒരു ഒറ്റ ബിൽഡിങ്ങിൽ ഒരു 3-4 യൂണിവേഴ്സിറ്റി ഒറ്റയടിക്കുന്നുണ്ട്. അതുപോലത്തെ ഒരു കൺസെപ്റ്റാണ് ഈ പ്രൈവറ്റ് യൂണിവേഴ്സിറ്റികൾ നടക്കണത്. അപ്പോൾ നിങ്ങൾ പ്രൈവറ്റ് യൂണിവേഴ്സിറ്റി സെലക്ട് ചെയ്യുമ്പോൾ കറക്റ്റായിട്ടുള്ള നല്ല യൂണിവേഴ്സിറ്റികൾ സെലക്ട് ചെയ്യാനായിട്ട് മറക്കരുത് കേട്ടോ. എന്നാലാണ് നിങ്ങൾ പഠിക്കുന്ന കോഴ്സിന് വല്ല വാല്യൂ ഉണ്ടെന്ന്
പറയാൻ പറ്റുള്ളൂ. അല്ല എന്നുണ്ടെങ്കിൽ കോഴ്സിന് നിങ്ങൾ ഇമ്പോർട്ടൻസ് കൊടുക്കാതെ നിങ്ങൾക്ക് ഓൾറെഡി എക്സ്പീരിയൻസ് ഉണ്ട്, നിങ്ങൾക്ക് ഇവിടെ വന്നിട്ടുണ്ടെങ്കിൽ നിങ്ങൾക്ക് ജോബ് മാർക്കറ്റിൽ ജോലി കിട്ടും എന്ന് ഉറപ്പുള്ള ഒരാളാണെന്നുണ്ടെങ്കിൽ നിങ്ങൾ ധൈര്യമായിട്ട് പ്രൈവറ്റ് യൂണിവേഴ്സിറ്റി എടുത്ത് പോകുന്നു. ഈ പറഞ്ഞ പോലെ തന്നെ പെട്ടെന്ന് തന്നെ കോഴ്സ് തീർത്തിട്ട് പെട്ടെന്ന് തന്നെ നിങ്ങൾക്ക് ജോബ് മാർക്കറ്റിലോട്ട് ഇറങ്ങാൻ പറ്റുന്നതായിരിക്കും കേട്ടോ. ഇത്രയൊക്കെയാണ് നമ്മൾ പ്രൈവറ്റ് യൂണിവേഴ്സിറ്റിനെയും പബ്ലിക് യൂണിവേഴ്സിറ്റിനെയും കുറിച്ച് പറയാനായിട്ട് വിചാരിച്ചിരുന്നത്. അപ്പോൾ നിങ്ങളുടെ ഒരു സിറ്റുവേഷൻ അനുസരിച്ച് വേണം നിങ്ങൾ പ്രൈവറ്റ് യൂണിവേഴ്സിറ്റി വേണോ പബ്ലിക് യൂണിവേഴ്സിറ്റി വേണോ എന്ന് ചൂസ് ചെയ്യാനായിട്ട്. ഇത് നിങ്ങൾക്ക് കുറച്ച് മാർക്ക് കുറവുള്ളവരാണെന്നുണ്ടെങ്കിൽ നിങ്ങൾക്ക് ആകെയുള്ള ഓപ്ഷൻ എന്ന് പറയുന്നത് പ്രൈവറ്റ് യൂണിവേഴ്സിറ്റീസ് ആണ്. അപ്പോൾ പ്രൈവറ്റ് യൂണിവേഴ്സിറ്റീസിലോട്ട് നിങ്ങൾ കയറി വരുമ്പോൾ ഈ പറഞ്ഞ ഹേർഡിൽസൊക്കെ പെട്ടെന്ന് തന്നെ നിങ്ങളുടെ അടുത്തേക്ക് വരുന്നുള്ള കാര്യം ഓർക്കുക. നിങ്ങൾ നല്ല രീതിയിൽ ജർമ്മൻ തയ്യാറായിട്ട് വരിക. അതുപോലെ തന്നെ ഇവിടുത്തെ ജോബ് മാർക്കറ്റ് നാട്ടിൽ നിന്ന് കയറി വരുമ്പോഴേ നിങ്ങൾ നല്ല രീതിയിൽ അനലൈസ് ചെയ്തിട്ട് വേണം വരാനായിട്ട്. അപ്പോൾ ആ ഒരു ജോബ് മാർക്കറ്റിലോട്ട് കോമ്പീറ്റ് ചെയ്യാനായിട്ടുള്ള എക്സ്പീരിയൻസ് ഉണ്ടാക്കിയിട്ട് വേണം നിങ്ങൾ പ്രൈവറ്റ് യൂണിവേഴ്സിറ്റീസിലോട്ട് കയറി വരാനായിട്ട് കേട്ടോ. ഇനി എന്തെങ്കിലും സംശയങ്ങളും കാര്യങ്ങളുണ്ടെന്നുണ്ടെങ്കിൽ നമ്മുടെ കമൻറ്റ് ബോക്സിൽ നേരെ കമൻറ്റ് ഇടാൻ നമ്മൾ കറക്റ്റ് ആയിട്ടുള്ള റിപ്ലൈ തരുന്നതായിരിക്കും. അതുപോലെ തന്നെ നിങ്ങൾക്ക് ഈ പറഞ്ഞ പോലെ തന്നെ അഡ്മിഷൻ റിലേറ്റഡ് ഡൗട്ട്സ് ഉണ്ടെന്നുണ്ടെങ്കിൽ നിങ്ങൾ നേരെ നമ്മളെ കോൺടാക്ട് ചെയ്താൽ മതി. നമ്മൾ ഫുൾ ഡീറ്റെയിൽസ് പറഞ്ഞു തരുന്നതായിരിക്കും കേട്ടോ. അപ്പോൾ എന്തായാലും ഇത്രയ്ക്കുള്ള ഈ ഒരു വീഡിയോ. അങ്ങനെയാണെന്നുണ്ടെങ്കിൽ അടുത്തൊരു വീഡിയോയിൽ കാണാം. ശരി എന്നാൽ.